സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും 20 ലക്ഷത്തിലേറെ പേർ ഇപ്പോഴും ബാക്കി. സെപ്റ്റംബർ 30 വരെയാണ് സമയപരിധി. അതേസമയം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത സഹകരണ സംഘങ്ങൾക്ക് നൽകാനുള്ള ഇൻസെന്റീവ് കുടിശ്ശിക നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് സഹകരണ വകുപ്പ്. സംസ്ഥാനത്ത് സാമൂഹികക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും 20 ലക്ഷത്തിലേറെ പേർ ഇപ്പോഴും ബാക്കിയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗിനായി നൽകിയിട്ടുള്ള സമയപരിധി. ഇതോടെ ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബറിന് ശേഷം തടസ്സപ്പെട്ടേക്കാം. ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ കുറവ് വരുത്തണമെന്ന സർക്കാർ നയം തുടരുന്നതോടെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സാഹചര്യത്തിൽ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്ന ആശങ്കകൾ ഉയരുകയാണ്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന 51,66,720 പേരും ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന 14,40,085 പേരുമുണ്ടെന്നാണ് സർക്കാർ കണക്കുകൾ. ക്ഷേമ പെൻഷൻകാരിൽ 36,95,435 പേർ മാത്രമാണ് നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത്. 14,71,285 പേർ ഇനിയും ബാക്കിയുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മസ്റ്ററിംഗ് ചെയ്യാനാകാത്തതും കാരണമാണ്. 33 ക്ഷേമനിധികളിലായി 9,05,539 ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് ചെയ്യാനുണ്ട്. ഇതിലും 5,34,546 പേർ ബാക്കിയാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ 5,07,779 പേരാണുള്ളത്. ഇതിൽ 3,40,793 പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 1,60,000 പേർ ഇപ്പോഴും ബാക്കിയാണ്. കാർഷിക പെൻഷനിൽ 1,31,238, തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ 45,025 എന്നിങ്ങനെ പൂർത്തിയാക്കാനുണ്ട്. അതേസമയം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത സഹകരണ സംഘങ്ങൾക്ക് നൽകാനുള്ള ഇൻസെന്റീവ് കുടിശ്ശിക നൽകാൻ സഹകരണ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. സഹകരണ സംഘങ്ങൾ സ്വന്തം ഫണ്ടിൽ നിന്ന് തുക നൽകണമെന്നും സർക്കാർ ഇത് തിരികെ നൽകുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിനും അർഹമായ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനും അടിയന്തര നടപടി എടുക്കണമെന്നാണ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർമാർക്കുള്ള നിർദ്ദേശം. ഒരാൾക്ക് പരമാവധി 10,000 രൂപ വരെ വിതരണം ചെയ്യാം. 2025 നവംബർ വരെയുള്ള ഇൻസെന്റീവ് തുകയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. തുടർന്നുള്ള മാസങ്ങളിലെ ഇൻസെന്റീവ് തുക സംഘങ്ങളുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് താൽക്കാലികമായി നൽകണമെന്നാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ നിർദ്ദേശം. തുകയുടെ കൃത്യമായ കണക്കുകളും രസീതുകളും രേഖകളും സംഘങ്ങൾ സൂക്ഷിക്കണം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.